ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിന് ഇപ്പുറം ഒരു ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് വെറുക്കുന്നെങ്കിൽ അത് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടല്ലേ? ജാസ്മിനെ വെച്ചിട്ടാണ് ഈ സീസൺ പോകുന്നതും ബിസിനസ് ചെയ്യപ്പെടുന്നതും. ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ച് ജനങ്ങൾ ഇത്രയും ഹേറ്റേഴ്സിന് ഇത്രയും പിടിച്ചു പറ്റിയ ഒരു കുട്ടിയാണ്. അവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും ബിഗ് ബോസ് എന്ന ഷോയെ കൊണ്ടുപോകുന്നത് ആരാണ്? ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് ചതിച്ചതെന്ന് പറയാൻ വരെ പറ്റുമോ? നമ്മളെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചിത്രീകരിക്കാം. നമ്മൾ കാണിക്കുന്ന എന്തോ അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാം. നമ്മൾ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അതിനുള്ള പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് എന്തോ കാര്യം? രജിത്തേട്ടൻ ഒരു സീസണിൽ ഒറ്റയ്ക്ക് നിന്ന് ബാക്കിയുള്ളവരെല്ലാം ആക്രമിക്കപ്പെട്ട് ആ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറി കൊടുത്തവർ കുറേ പേരുണ്ട്. ഈ ഫിറോസ് ഖാൻ ഈ നന്മമരം കളിക്കുന്നത് ഇത്ര ദേഷ്യം എന്തുവാ? നന്മമരം കളിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലാതെ ഈ പോകുന്നവരൊക്കെ ഈ നന്മമരം അവിടെ ചെന്ന് മാത്രം കളിക്കുക. ജീവിതത്തിലൊന്നും ഒരാളും നന്മമരം കളിക്കുമെന്ന് ഈ പോകുന്നവരാരും നന്മമരം ജീവിതത്തിൽ കളിക്കുന്നില്ല. ഇപ്രാവശ്യം ഞാൻ 5 പേരെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റെസ്യൂം ഏഷ്യാനെറ്റിൽ എത്തിച്ചു. അതിൽ ഒരാൾ ഇപ്പോൾ അതിനകത്തുണ്ട്. അതാർക്കാണ്? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഒരു വ്യക്തി ഒന്നെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ നശിക്കും എന്നത് അർത്ഥമുണ്ടോ? ഈ രണ്ടും ഇതിലില്ല. അതാണ് ഏറ്റവും വലിയ രസം. രണ്ടുമില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാൻ കാരണം, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിന് ഇപ്പുറം ഒരു ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് വെറുക്കുന്നെങ്കിൽ അത് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടല്ലേ? ഉറപ്പായിട്ടും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ആ കുട്ടിയുടെ വൃത്തികെട്ട ഗെയിം കൊണ്ടാണ് നമ്മൾ വെറുക്കുന്നത്. അപ്പോൾ പോലും ഞാൻ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ച് ജനങ്ങൾ ഇത്രയും ഹേറ്റേഴ്സിന് ഇത്രയും പിടിച്ചു പറ്റിയ ഒരു കുട്ടിയാണത്, ഒരു കണ്ടസ്റ്റൻ്റാണത്. പക്ഷേ അവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും ബിഗ് ബോസ് എന്ന ഷോയെ കൊണ്ടുപോകുന്നത് ആരാണ്? ജാസ്മിനാണ്. പക്ഷേ ചെറിയൊരു തരത്തിൽ ജിൻഡോയും ഉണ്ട്. ജിൻഡോ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ജാസ്മിൻ കഴിഞ്ഞേ ഉള്ളൂ ജിൻഡോ. അതെ, കണ്ടന്റ് കൊടുക്കാൻ ജാസ്മിനാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് അങ്ങനെ. അതായത് ഒരു നല്ല ഗെയിമറാണ് അവൾ. ആക്ച്വലി അവൾ ബാക്കിയുള്ള ഗെയിമുകളും കാര്യങ്ങളും വെക്കുമ്പോൾ ഓക്കെയാണ്. അതായത് ടാസ്ക് കൊടുക്കുന്നു, അവൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റോബോട്ടിന്റെ ടാസ്ക് എത്ര മനോഹരമായിട്ടാണ്. വേറൊരാൾ അവളെ പ്രൊവോക്ക് ചെയ്തപ്പോൾ പോലും കണ്ണ് നിറഞ്ഞുകൊണ്ട് അവൾ ആ ഗെയിം ആ ടാസ്ക് ഏൽപ്പിച്ച് ജോലി ചെയ്തു. ഗംഭീര സാധനമാണ്. അവൾക്ക് പാളിപ്പോയതെന്ന് പറയുന്നത് പ്രണയ സ്ട്രാറ്റജിയിലാണ്. പക്ഷെ അതും ഒരു അഭിനയമാണെന്ന് തോന്നുന്നു. എപ്പോഴാന്ന് വെച്ചാല് ഗബ്രി പോകുമ്പോൾ കരയുന്നു, ടാസ്ക് കൊടുക്കുമ്പോൾ കരയുന്നില്ല. അപ്പൊ ഇക്ക മനസ്സിലാക്കുന്നത് അതൊരു ഗെയിം കൊടുത്ത് വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള മൈൻഡാണോ? അല്ല, അത് ആക്ച്വലി അത് ഒരു പ്രണയ സ്ട്രാറ്റജി അവൾ ഉപയോഗിച്ചാണ് ഗെയിമായിട്ട്. പക്ഷെ എപ്പോഴൊക്കെ അവനിലോട്ട് അറിയാതെ അവൾക്കൊരു പ്രണയം വന്നു, പിന്നെ അവൾ ആലോചിക്കുക പുറത്ത് മറ്റാൾ, പിന്നെ ട്വിസ്റ്റ് ആവും. അതായത് ഒരു വ്യക്തത ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ആ ഒരു കാര്യത്തിൽ. അവൾക്ക് പാളിപ്പോയെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി പല സമയങ്ങളിൽ. പക്ഷെ അവിടെ പെട്ടെന്ന് ഇറങ്ങി മാറാൻ പറ്റില്ല. മാറി അതിനെതിരെ പണി വീഴും. പക്ഷെ ഗബ്രി മാറി. ഗബ്രിക്ക് അറിയാമായിരുന്നു പണി കിട്ടിയത് ജാസ്മിനാണ്. മനസ്സിലായി. അപ്പോൾ ജാസ്മിന് ഇത് വല്ലാത്തൊരു മൈൻഡിൽ കൂടെയാണ് സത്യത്തിൽ അവിടെ പോയത്. അവൾക്ക് പിന്നീട് എപ്പോഴൊക്കെ അവൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു, അതായത് പ്രണയ സ്ട്രാറ്റജി വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ സമയമുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് അതിനകത്തായി പോയ ആൾ. എത്ര പേരെയോളം ഓഡീഷൻ ചെയ്തിട്ടായിരിക്കും 12 കണ്ടസ്റ്റന്റുകളായിട്ട് മാറ്റുന്നത്? അതായത് ഇതിനകത്ത് നമ്മളൊരു 100-100ഓളം പേര് ഇതിനു വേണ്ടി റെസ്യൂം അയക്കുന്നുണ്ട്. അതിലവർ കുറച്ച് പേര്, എല്ലാവരെയും ഈ അയക്കുന്ന എല്ലാവരെയൊന്നും വിളിക്കണമെന്നില്ല. കുറച്ച് പേര് അതിൽ നോക്കിയിട്ട് അവരുടെ പ്രൊഫൈൽ, ഇവർ പോലും അറിയാതെ തന്നെ അവരുടെ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിനുശേഷം അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ പേരെ വിളിക്കും. അവരെ ഒരു 50-ന് മേളിലുള്ള ആൾക്കാരെ വിളിക്കുമെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഇത് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തും. ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ അത് ഫസ്റ്റ് സൂം മീറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സൂം മീറ്റിങ്ങിൽ പാസ്സാവുന്നവരെ പിന്നെ നേരിട്ടുള്ള അടുത്ത മീറ്റിംഗ് ഉണ്ട്. ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഫിറോസ് ഖാന് പറയാനുള്ള മറുപടി എന്തുവാ? ബിഗ് ബോസിൽ പോകാൻ എങ്ങനെയാണ് ഇതിന്റെ വഴി, എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്? അല്ല, വഴിക്ക് മുന്നേ ബിഗ് ബോസിൽ പോകാൻ ചുമ്മാ നമ്മളൊരു ക്യാമറയ്ക്ക് മുന്നിൽ വരാം എന്നൊരു ലാഘവത്തോടെ ഒരിക്കലും ബിഗ് ബോസിൽ പോകാതിരിക്കുക. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആദ്യം എന്തെന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു നന്മ മരം കളിച്ച് നമ്മൾ സുഖിച്ച് അവിടെ കിട്ടുന്ന മറ്റേ പേയ്മെൻറ്റും മേടിച്ച് അങ്ങനെ ചിന്തിക്കരുത്. ഒരു ശക്തമായ ഗെയിമാണ്. എല്ലാത്തരം വികാരങ്ങളും അതിലുണ്ടാകും. അത് പ്രൊവോക്കേഷൻ ഉണ്ടാവും. ഇതിനെയൊക്കെ തരണം ചെയ്ത് സർവൈവ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അപ്ലൈ ചെയ്യുക. 1. 2 പറയുന്നത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ. പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. 1, അവർ അവരുടെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഈ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവും. ഇതൊരു ഫെയിം ഘടകമാണോ? ഏതാണ് ഫെയിം? ഒരു ഘടകമല്ല. എത്രയോ പേര് നമ്മൾ എല്ലാ സീസണിലും നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരില്ല. ഇപ്പൊ എന്റെ സീസണിൽ തന്നെ ഡിംപിൾ ബാൽ അത്രയും ഇതായിട്ടൊന്നും. ഡിംപിൾ ബാലിനെ നേരത്തെ ഒന്നും ആർക്കറിയാം? ഇല്ല. ഇതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ
അവരുടെ പേഴ്സണൽ അത് ഇവരുടെ ഇൻ്റർവ്യൂവിൽ മനസ്സിലാവും കേപ്പബിലിറ്റി ഉള്ള ഒരു ലേഡിയാണോ എന്നുള്ളത്. അപ്പോൾ ഇത് പോകാനുള്ള വഴികളെന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ബിഗ് ബോസിലേക്ക് വിളിക്കും, അതായത് അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അഡ്രസ്സിലേക്ക് ഇവർ റെസ്യൂം അയക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കണക്ഷനും ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ മിക്ക സീസണിലും എനിക്ക് പരിചയം പോലും ഇല്ലാത്തവർ എനിക്ക് വന്ന് എൻ്റെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് അപ്പം ഞാൻ അവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കുറച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ റെസ്യൂം എത്തിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ 5 പേരെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ റെസ്യൂം ഏഷ്യാനെറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ ഇപ്പം അതിനകത്തുണ്ട്, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആർക്കാന്ന് ഒരിക്കലും എന്നിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഞാൻ അദ്ദേഹം അതൊരാണാണ്. പക്ഷെ അല്ല, അത് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം ഞാൻ ചിലപ്പം വരുമായിരിക്കാം, അത് നമ്മുടെ അല്ല നമ്മൾ അത് ഞാൻ അദ്ദേഹത്തെ വിട്ടപ്പോഴും അദ്ദേഹം വന്ന് എന്നെ കണ്ടിട്ടൊക്കെയാണ് പോയത്. ഞാനപ്പോൾ പറഞ്ഞൊരു കാര്യം, ഗെയിം പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഗെയിം പ്ലാൻ അയാൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാനും അയാളും തമ്മിൽ എന്താണ് വ്യത്യാസം? ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊന്നും പറ്റില്ല. അത് ഇതിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനേ പറ്റില്ല. അവിടെ ഇനി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോയാലും അത് നടക്കുന്ന കാര്യം. അങ്ങനെ ചെയ്തു പോയി ഫ്ലോപ്പ് ആയവർ അറിയാവുന്നവരുണ്ടോ പുറത്തുനിന്ന്? അത് ഫ്ലോപ്പ് ആവുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ സീസണിൽ മറ്റേ ആൾ അങ്ങനെയാണോ വിജയിച്ചത്? ഈ രജിത്തേട്ടൻ ഒരു സീസണിൽ ഒറ്റയ്ക്ക് നിന്ന് ബാക്കിയുള്ളവരെല്ലാം ആക്രമിക്കപ്പെട്ട് അതെല്ലാം സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത് ആ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ, ഒറ്റപ്പെട്ടു എന്നുള്ളത്, ബാക്കിയുള്ളവരെ ആക്രമിക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറി കൊടുത്തവർ കുറേ പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ എല്ലാ സീസണും നോക്കിയാൽ മതി. അങ്ങനെ ഒറ്റപ്പെട്ട് ആ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ വേണ്ടി ചിലർ ചെല്ലുന്നു. അവർ ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായി പോകുന്നതൊക്കെയാണ് നമ്മൾ. ഈ ഫിറോസ് ഖാൻ ഈ നന്മമരം കളിക്കുന്നതിനോട് ഇത്ര ദേഷ്യം എന്തുവാ? നന്മമരം കളിക്കുന്നതിനോട് ദേഷ്യമില്ല. ഈ നന്മമരം കളിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലാതെ നമ്മൾ ജീവിതത്തിൽ കളിക്കും നന്മമരം. ജീവിതത്തിൽ നന്മമരം ഈ പോകുന്നവരൊക്കെ ഈ നന്മമരം അവിടെ ചെന്ന് മാത്രം കളിക്കുക. ജീവിതത്തിലൊന്നും ഒരാളും നന്മമരം കളിക്കുമെന്ന് ഈ പോകുന്നവരാരും നന്മമരം ജീവിതത്തിൽ കളിക്കുന്നില്ലല്ലോ. ഫിറോസ് ഖാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിൻ്റെ ഒരിക്കലും അഭിനയിക്കാൻ പറ്റത്തില്ല? 1-2 ദിവസം നമ്മൾ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കും, പിന്നെ നമ്മുടെ തനി കുണം ഇറങ്ങും. അങ്ങനെ ഇറങ്ങാതെ അഭിനയിച്ച് നിന്ന് ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഫിറോസ് ഖാൻ ഏതാ? നമ്മൾ ബിഗ് ബോസിൽ കണ്ട ഫിറോസ് ഖാൻ ആണോ റിയൽ? ഇതാണോ റിയൽ? രണ്ടും റിയലാണ്. എനിക്ക് ഒരു ഗെയിം തന്നാൽ ഗെയിമിനെ ഗെയിമായിട്ട് കാണും. അത് ഞാൻ ദേഷ്യം വന്നാൽ ദേഷ്യമായിട്ട് വരും. പിന്നെ ഗെയിം കാരണം അത് ആ ഗെയിമും ആ പ്ലാറ്റ്ഫോമും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിൽ എങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതാക്കിയത്. ഇപ്പോൾ ഒരു പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഫുട്ബോളല്ല കളിക്കേണ്ടത്. ബോൾ വരുമ്പോഴത്തേക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും. അവിടെ ക്രിക്കറ്റ് തന്നെയാണ് കളിക്കേണ്ടത്. അടിക്കണം, അതാണ് എൻ്റെ സാധനം. നമ്മളാ സിറ്റുവേഷൻ അറിഞ്ഞ് പെരുമാറുക. അടിച്ചടി പാളി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. ഒരെണ്ണവും പാളി പോയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ പാളാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിയാടി അങ്ങനെ ചെയ്യാറ്. ഇന്ന് റോക്കി ഇടിക്കുന്നതിനേക്കാൾ മുമ്പ് മാരാർ ഇടിച്ചേനെ, മാരാറിന്റെ സീസണിൽ. അതായത് ഭയങ്കര പ്രൊവോക്കേഷൻ മാരാർക്ക് ഉണ്ടായിരുന്നു. നാക്ക് കടിക്കുന്നു, ഭയങ്കര ദേഷ്യം. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം നമ്മൾ അതുവരെ കണ്ട മാരാരെ അല്ല പിന്നീട് കണ്ടത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ നേരത്ത് നിങ്ങളോട് പറയുമോ നിങ്ങൾക്ക് കുറേ സപ്പോർട്ടുണ്ട്, ദേഷ്യമൊക്കെ കുറയ്ക്കണം, അടക്കണം, അങ്ങനെ പറയുമോ ശരിക്കും? ഒന്നാമത്തെ കാര്യം, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. അതിനകത്ത് ഞാൻ അതിനകത്ത് കയറിയതിന് ശേഷം പുറത്ത് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? ഇനി എത്ര പ്രൊവോക്കേഷൻ വന്നാലും എനിക്ക് പുറത്തോടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെന്തോന്ന് പറയുക, ഈ 16 പേരല്ല, ഈ എത്ര ബിഗ് ബോസിലുള്ള ആൾക്കാർ വന്നാലും ലോകത്തുള്ള എത്ര പേര് വന്നാലും എനിക്ക് ഹരം കൂടത്തതുള്ളതെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എൻ്റെ ഗെയിം എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ശക്തരായി എനിക്കെതിരെ നിൽക്കുന്നവർക്ക് ഒരിക്കൽ പോലും വോട്ട് ചെയ്യാത്ത, നോമിനേറ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. നോമിനേഷനിൽ അവിടെ ഏറ്റവും എൻ്റെ കൂടെ സ്നേഹിച്ച് നിന്ന്, അതായത് ഒട്ടും ഗെയിം കളിക്കാത്ത നോബിയെ പോലെ ഉള്ളവർ, അതായത് പാവങ്ങളായിട്ടുള്ളവർ ആണ് ഞാൻ നോമിനേഷനിൽ. ഒരിക്കൽ പോലും കിടിലം ഫിറോസിനെയോ അങ്ങനെയുള്ള ശക്തരായിട്ടുള്ള ഗെയിമേഴ്സിനെ ഒന്നും ഞാൻ ഒരിക്കൽ പോലും നോമിനേറ്റ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എതിരാളികളെ വേണം. ഞാൻ എതിരാളികളെ വളർത്തി ഗെയിം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു 5 ഗോളികളെങ്കിലും പോസ്റ്റിൽ വേണം. അവിടെ ഗോൾ അടിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഫ്രീ ആയിട്ടുള്ള പോസ്റ്റിൽ ഗോൾ അടിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതാണ് എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി. നമ്മൾ ഇപ്പം 18 കണ്ടസ്റ്റന്റുകളായിട്ട് കയറുന്ന സമയത്ത് അവരപ്പം തന്നെ വിധി എഴുതും, ഇന്ന വ്യക്തികൾക്ക് ഫസ്റ്റ് കൊടുക്കണം. എവിടെ? ബിഗ് ബോസ് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്തും ഈ പറഞ്ഞതുപോലെ ഇന്ന ആൾക്ക് കൊടുക്കണം എന്നുള്ളത് ചിലപ്പോൾ ചാനലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കാൻ കാരണം ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ 2 വ്യക്തികളുടെ പേരേ ഉള്ളൂ, ജിൻഡോ, ജാസ്മിൻ. ഇതിൽ നമ്മൾ കേൾക്കുന്നത് ജാസ്മിൻ ആയിരിക്കും ഫസ്റ്റ് കൊടുക്കാൻ സാധ്യത. കാരണം സാബു എന്ന് പറയുന്ന വ്യക്തിയെ വിട്ടു, ശ്വേതാമേനോനെ വിട്ടു, അവിടെ എല്ലാം ഇവർക്ക് പേഴ്സണലി ഇഷ്ടം ജാസ്മിനോടാണ്. അപ്പോൾ അതിനർത്ഥം
ജാസ്മിന് പുറകെ ഇത്രയും സപ്പോർട്ടുണ്ട്, ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കണം എന്നൊക്കെ പറയാനായിട്ട് തന്നെ കയറ്റി വിട്ടാന്ന് തോന്നിയിട്ടുണ്ടോ ഫിറോസ് ഖാന്? എനിക്ക് സത്യത്തിൽ അവർ രണ്ടുപേരും കയറിയിട്ട് ഒന്നും തോന്നിയിട്ടില്ലെന്നുള്ളതാണ്. മനസ്സിലായി. അവർ രണ്ടുപേരും കയറിയത് ജാസ്മിന് വേണ്ടി എന്നല്ല, അവർക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുപോലെ എനിക്ക്. കാരണം ആക്ച്വലി നമ്മുടെ സാബു ഒരു നല്ല ഗെയിമറാണ്, അയാൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ശ്വേതാ മേനോനായാലും ഒരു ചലഞ്ചർ എന്ന രീതിയിൽ അവിടെ വലിയ സംഭവമൊന്നും പുള്ളിക്കും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവർ നല്ലൊരു ഗെയിമറല്ല, അത് ഫസ്റ്റ് സീസൺ നമ്മൾ കണ്ടതാണ്. പക്ഷേ സാബു ഉഗ്രൻ ഗെയിമറാണ്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് ഒരു ചലഞ്ചറായിട്ട് ചെന്നിട്ട് ആ ഒരു നല്ലൊരു സംഭവത്തിൽ ഒന്നും എത്തപ്പെടാൻ പറ്റില്ല. ആ ഒരു പദവി എന്താണ് പുള്ളി പോയത്, വെറുതെ പോയി അത് കണ്ടിട്ട് തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സ്ഥാനത്ത് ഫിറോസ് ഖാൻ ആണ് അവിടെ എന്ത് മാറ്റം വരുത്തിയത്? അല്ല, ഞാൻ ചലഞ്ചറായിട്ട് പോയിട്ടുണ്ടല്ലോ അതിന് മുന്നേ. അല്ല, ഈ സീസണിലാണെങ്കിൽ ഉറപ്പായിട്ട് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ? അല്ല, അതിപ്പോൾ ഇവിടെ തന്നെ പറയാൻ പറ്റില്ല, അത് നമുക്ക് പറഞ്ഞിട്ട് പോകുന്നതല്ല. നമുക്ക് എന്തായാലും നമുക്കറിയാം, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അതിനകത്ത് പോയാൽ നമുക്ക് വരുത്താവുന്ന ഉറപ്പായിട്ട് എഴുന്നേൽപ്പിക്കും. ഉറപ്പായിട്ട് അവിടുത്തെ പല സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒരുപാട് മൈനസുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഫിറോസ് ഖാൻ പേഴ്സണലി ആര് വിന്നർ ആകണമെന്ന് ആഗ്രഹം? ആക്ച്വലി ജാസ്മിൻ വിന്നർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ഒരാളാണ് ഇപ്പം ജാസ്മിൻ. അതെ. എൻഡ് ഓഫ് ദ ഡേ പുള്ളി പുറത്തിറങ്ങി വരുമ്പോൾ പുള്ളിക്ക് ഇത് കല്ലി വല്ലിയാണെങ്കിലും ഇവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവരുടെ ഒരുപാട് പേർക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് ചെയ്യുന്നത് ആരെ വെച്ചിട്ടാണ്? ജാസ്മിനെ വെച്ചിട്ടാണ്. മനസ്സിലായി. എന്ത് നെഗറ്റീവായാലും ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ അതൊക്കെ കാണിക്കാതെയും ഇരിക്കാം. ഇപ്പോൾ തുമ്മുന്നതും അല്ലെങ്കിൽ അദ്ദേഹം കുളിക്കത്തില്ല എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എഡിറ്റിംഗ് ഉണ്ട്. ഈ എഡിറ്റിംഗ് ഉണ്ടല്ലോ, എന്തെല്ലാം സാധനങ്ങൾ അവിടെ നടക്കുന്നത്, വേറെ കാര്യം കാണിച്ചാൽ പോലെ. ലൈവാണ്. ലൈവ് എന്ന് പറഞ്ഞാലും ഇന്ന് നടക്കുന്ന സാധനം നാളെ കാണിക്കുള്ളൂ. ഇപ്പം ലൈവ് എന്ന് പറഞ്ഞാൽ അപ്പോഴല്ല നമ്മൾ കാണുന്നത്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഇത്രയും 10-16 പേരുള്ളത് ഒരു ഫ്രെയിം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ രണ്ടുമുള്ള ഒരു സാധനം കാണിക്കുമ്പം അവിടെ വേറൊരാളിരുന്ന് എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇതില്ല. അത് അവർ തീരുമാനിക്കും ഇതിലേത് കാണിക്കണമെന്നുള്ളത്. കണ്ടന്റ് എന്തോണോ അവരിടും, കണ്ടന്റ് ഉള്ള സാധനമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ സാധനത്തിലെന്ന് പറഞ്ഞാൽ ആക്ച്വലി ജാസ്മിൻ അവർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഒരു നെഗറ്റീവ്. പിന്നെ അവൾ ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ്, പക്ഷെ പോസിറ്റീവും ചെയ്ത് കാണും. പക്ഷെ ഈയിടയ്ക്ക് ശരണ്യാണെങ്കിൽ പോലും മുട്ട ഉണ്ടാക്കിയ സമയത്ത് താഴെ പോയി. പക്ഷെ ജാസ്മിനാണ് മുട്ട കളഞ്ഞെങ്കിൽ ഇതിനപ്പുറം നെഗറ്റീവ് വന്നേനെ. അതെന്തുകൊണ്ടെന്നാൽ ഇതിന് മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ അത്ര നെഗറ്റീവ് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിലൊന്നും കൂടെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട് അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോൾ കുറ്റം പറഞ്ഞാലും റേറ്റിംഗ് ഉള്ള സീസൺ തന്നെയാണിത്. ഇതൊരു ബിസിനസ്സാണ്. അപ്പം ജാസ്മിനെ വെച്ചിട്ടാണ് ഈ സീസൺ പോകുന്നതും ബിസിനസ് ചെയ്യപ്പെടുന്നതും. സോ അപ്പം ഏഷ്യാനെറ്റിന് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, ആ വ്യക്തിക്ക് ഒരു പ്രൈസ് കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം. കാരണം ഇത്രയും ഫുൾ സ്ക്രീൻ സ്പേസും നേടിയെടുക്കുന്നത് ജാസ്മിനാണ്. അപ്പോൾ ആ ജാസ്മിന് തന്നെ കപ്പ് കിട്ടണം. അതാണ് നീതി എന്ന് പറയുന്നത്. ഇതിനകത്തൊരു നീതിയുണ്ട്, ബേസിക് നീതി. മനസ്സിലായി. അല്ലാതെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നവർക്ക് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഈ എന്താണ് ഇപ്പോൾ ശരണ്യ അൻസിബ് എപ്പോഴും അവിടെ നിൽക്കുകയാണ്. ശരണ്യൊക്കെ ഈ 60 ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായി. ഇവരെന്തിൻ്റെ പേരിലാണ് ഇത്രയും ദിവസം അതിനകത്ത് തീറ്റിപ്പോറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? അതാണ് എനിക്ക് എൻ്റെ ചോദിച്ചിട്ട് ഞാൻ അതാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും മോശം കണ്ടസ്റ്റൻസിന് ഈ ലാസ്റ്റ് വരെ എന്തിനു ഇവിടെ ഇപ്പോൾ അൻസിബയൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അവിടുത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് അൻസിബയെ തോന്നുന്നത്. അത് എനിക്ക് ശരണ്യ ഈ 10-60 ദിവസം നിന്ന കുട്ടിയാണ്. എന്ത് ചെയ്തിട്ടാണ് നിന്നത്? ഇതിനെക്കാട്ടി ഗെയിം കളിക്കുന്നതിന് നേരത്തെ അവിടെ പറഞ്ഞുവിടുകയും ചെയ്തു. ഇതൊക്കെ നമുക്ക് ചില ചോദ്യചിഹ്നങ്ങളായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സീസണിലുണ്ടായിരുന്നു അങ്ങനെ 1-2 പേര്. ഞാൻ അത് ആ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. 100 ദിവസം വെറുതെ ഇരുന്ന് കാശം മേടിച്ചോണ്ട് പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മേടിച്ച പൈസയ്ക്ക് ഗുണം കാണിക്കണം. 101%. ഞാൻ ഏതൊരു പ്രോഗ്രാമിലായാലും ഏതൊരു വർക്കിലായാലും ഞാൻ പോയി കഴിഞ്ഞാൽ മേടിച്ച പൈസയ്ക്ക് 101% ഞാൻ അതിൽ റിസൾട്ട് കൊടുത്തിട്ടേ. അതുകൊണ്ട് തന്നെയാണ് ഏതാണ് നമ്മുടെ മാനം വിറ്റ് കളിക്കണം. മാനം വിറ്റ് എന്ത് ഷോ ഞാൻ ചെയ്തു? മാനം വിറ്റ് ജാസ്മിന്റെ കാര്യം ഒരിക്കലും മാനം വിറ്റ് ആളെ ഇനി എഴുതി വരും. മാനം വിറ്റ് ഫിറോസ് ഖാൻ അങ്ങനല്ല, ജാസ്മിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ജാസ്മിന്റെ കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ അവള് മാനം വിൽക്കുകയാണോ എന്ന് അവൾക്ക് അറിയില്ല. അതായത് ഈ പ്രണയം ഇങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അവൾക്ക് അറിയില്ല. അവൾ ചെയ്യുന്നത് ശരിയെന്ന രീതിയിലാണ്, ഈ മാസം എന്നുള്ള രീതിയിലാണ് ഈ പ്രണയത്തിൻ്റെ കാര്യം ചെയ്തത്. പിന്നെ മൂക്ക് ചൊറിഞ്ഞതും മറ്റേ തുമ്മുന്നതും ഒക്കെ അവളുടെ ഓൾറെഡി ഉള്ള ക്യാരക്ടർ അങ്ങനെയാണ്. വീട്ടിൽ ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം കുളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ നേരത്തെ കുളിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് ഈ സാധനമൊക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കില്ല.
അവൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഞാൻ കുളിക്കത്തില്ലെന്ന് പറയുന്ന സാധനം ഇങ്ങനെ പുറത്ത് പോകും. നമ്മൾ ഒരുപാട് സംസാരിക്കുമല്ലേ അവിടെ, ഇതൊക്കെ ഈ സാധനം പുറത്ത് പോകുന്ന ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല. അതെനിക്ക് തുമ്മിയ സാധനം, അത് നമുക്ക് തുമ്മലങ്ങ് പിടിച്ചിരുത്താൻ പറ്റുമോ? അപ്പോഴും അവൾ വിചാരിക്കുന്നത് പുറത്ത് പോയില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ മറ്റേ വീക്കെൻഡിലാണ് അവൾ കണ്ടത് ഈ തുമ്മുന്ന സാധനവും. അപ്പോഴും പുറത്ത് ഇത്ര നെഗറ്റീവ് ആണെന്ന് അവൾ ഇപ്പോഴും അറിയില്ല. നഖം കടിക്കുന്നത് ചിന്തിക്കുന്ന പോലും ആക്ച്വലി ആ കുട്ടിയുടെ ക്യാരക്ടർ തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടായതല്ല. അപ്പൊ അത് നാച്ചുറലി അത് വരും. പക്ഷെ ഇതൊരു കണ്ടന്റായി പുറത്തു പോകുന്ന ആ കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് ചതിച്ചതെന്ന് പറയാൻ വരെ പറ്റുമോ? ജാസ്മിന് വേണേ അതൊരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി എഴുതി അവിടെ ഒപ്പിട്ടിട്ടാണ് കയറുന്നത്. ബിഗ് ബോസ് എങ്ങനെ നമ്മളെ ചിത്രീകരിക്കുന്നത്, നമ്മൾ കാണിക്കുന്ന എന്തും അവർക്ക് കാണിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, എഗ്രിമെന്റിലുണ്ട്. നമ്മളെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചിത്രീകരിക്കാം, നമ്മൾ കാണിക്കുന്ന എന്തും അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ എഗ്രിമെന്റിൽ ഒപ്പിട്ട് അതിനുള്ള പൈസ മേടിച്ചിട്ടാണ് കയറുന്നത്. പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് എന്തോ കാര്യം? എന്താണ് അതിൻ്റെ അകത്ത് പോയി കളിച്ച് തകർത്ത് വന്ന ഫിറോസ് ഖാന് മനസ്സിലാക്കാനുള്ളത്? ജിൻഡോ ഗെയിമർ ആയിരുന്നോ, അല്ലെങ്കിൽ ഗെയിം പ്ലാൻ ആണോ ആ ഒരു അഭിനയം? ഈ പണ്ട് നമ്മൾ ബാലമംഗളം അതിനകത്ത് ഒരു ശിക്കാരി ശംഭു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് പുള്ളി ഒന്നും ചെയ്യുന്നില്ല ആക്ച്വലി, പക്ഷേ അവസാനം ക്രെഡിറ്റ് പുള്ളിയിലേക്ക് വരും. ഇപ്പോൾ വേട്ടയാടാനായിട്ട് ഒരു സിംഹത്തെ വേട്ടയാടാൻ പോകുന്നുണ്ട്. എങ്ങനെയോ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു ചില്ല വന്ന് വീണിട്ട് അത് ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് തോക്കം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ കാണുന്നു. ആ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി ജിൻഡോ. എനിക്ക് ജിൻഡോ യഥാർത്ഥം ഇഷ്ടമാണ്. ആ സൈസേ ഉള്ളൂ. ആള് വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണ്. എനിക്ക് ശരിക്കും ഒരു ശിക്കാരി ശംഭുവായിട്ടാണ് എനിക്ക് അതിൽ തോന്നുന്നത്. ഒരു രസമുണ്ട്. അത് വേറൊരു ഗെയിം, ഒരു പുള്ളി അറിയാതെ തന്നെ അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്. മനസ്സിലായി? യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഇങ്ങനെ ചിന്തിച്ച് ഒരു ഗെയിം അയാളിങ്ങനെ അതൊന്നും അറിയില്ല പുള്ളിക്ക്. പക്ഷെ എന്തൊക്കെയോ ലക്കും കാര്യങ്ങളും സംഭവിച്ച് പുള്ളിയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് വരുന്നത്. പുള്ളി ഒരു ഗെയിമറായിട്ടല്ല, പുള്ളി ഒട്ടും ഒരു ഗെയിമറേ അല്ല, ബിഗ് ബോസിന് പറ്റിയ ഒരു ഗെയിമർ അല്ല. പക്ഷെ എന്തോ ഫിറോസ് ഖാൻ പറയാൻ കാരണം എന്തോ ഗെയിം കളിക്കാത്തതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഗെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തരുന്ന ആക്ടിവിറ്റി മാത്രമല്ല, പിന്നെ നമ്മൾക്ക് അതിനകത്ത് അതായത് ഇപ്പൊ ഒരു സംഭാഷണം തന്നെ എടുത്താൽ സംസാരിച്ച് വിജയിക്കുന്ന ഒരു ഗെയിമാണെന്ന് കൂട്ടിക്കോ. പറ്റില്ല. അതേ കണക്ക് വേറൊരു ഫിസിക്കൽ അല്ല വേറൊരു ഗെയിമില്ലേ, എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ളൊരു സാധനം കൊടുത്താൽ പുള്ളി ചെയ്യില്ല. യഥാർത്ഥത്തിൽ പുള്ളിക്ക് പറയാനും ചെയ്യാനുമുള്ള ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ അതൊന്നും പുള്ളിക്ക് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് അല്ല പുള്ളിക്കുള്ളത്. അത് ശ്രദ്ധിച്ചാൽ മതി. ജാസ്മിന് സംസാരിക്കാൻ കഴിവുണ്ട്. ജാസ്മിന് സംസാരിക്കാൻ വളരെ വലിയ കഴിവുള്ള കുട്ടിയാണ്. ഭയങ്കര ബുദ്ധിയായിട്ട് ചിന്തിക്കാനും കഴിവുള്ളതാണ്. പക്ഷേ ഇതിൽ പാളിപ്പോയി. ഈ പ്രണയ ഇതിൽ വന്നപ്പോഴത്തേക്ക് പാളിപ്പോയി. അതിന് എത്ര ബുദ്ധിയുള്ളവരായാലും എത്ര കഴിവുള്ളവരും, ഇപ്പോൾ സിനിമ തന്നെ വലിയ ഡയറക്ടേഴ്സ് എടുത്ത് വിജയിച്ച പടമുണ്ട്, തോറ്റ പടങ്ങളുമുണ്ട്. എല്ലാവരും എപ്പോഴും വിജയിക്കണമെന്നില്ല. പക്ഷേ ഈ ബിഗ് ബോസിൽ ജാസ്മിന് ഒരു തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത്, ആ ഒരു പ്രണയം എന്നുള്ള സ്ട്രാറ്റജി എടുത്തത്. പക്ഷെ നോറ തന്നെ പറയുന്നുണ്ട് ജാസ്മിനും ഗിബ്രിക്കും പുറത്ത് വെച്ച് അറിയാം. പുറത്ത് വെച്ച് അറിയാത്ത അല്ല അവിടെ വിഷയം. അവർ ചെയ്ത ആ ഗെയിം എന്ത് വൃത്തികെട്ട ഗെയിമാണത്. അതാണ് നമ്മൾ ഇത്ര വെറുത്തു പോകുന്നത്. അല്ലേ പിന്നെ പ്രേമിച്ച് കെട്ടണം അതിൻ്റെ അകത്തല്ലേ, പേളിയെ പോലൊക്കെ. അത് ആ പ്രേമിച്ച് കിട്ടണമെന്ന പ്രേമത്തിനൊരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ സൗന്ദര്യത്തുള്ള പ്രണയമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അല്ല, അവർ കെട്ടിയില്ലെങ്കിൽ പോലും അതൊരു സൗന്ദര്യമുള്ള പ്രണയമായിരുന്നു നമ്മളിങ്ങനെ പറയില്ല. അവരൊരുമാതിരി പ്രണയിക്കുന്നോ? ഇല്ല. എന്നാൽ പ്രണയിക്കുന്നില്ലയോ? ഉണ്ട്. ഫ്രണ്ടാണ്. കെട്ടാൻ പറ്റുമോ? ഇല്ല. അതിന് പ്രണയമായിട്ട് പറയാൻ പറ്റും. അതിന് ഒരുമാതിരി ജാസ്മിൻ പറയുന്നത് ഞാൻ ഈ ഹൗസിൽ വന്നു, ഗബ്രിയെ കണ്ടു, ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ കണക്ട് ആയി. അങ്ങനെ ആകാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കൊണ്ട് കണക്ട് ആകുമെന്ന്. ഒരു ആണിന് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കണക്ട് ആകാം, പക്ഷെ ഒരു പെണ്ണിന് എനിക്ക് തോന്നുന്നില്ല കണക്ട് ആകില്ല. അല്ലേ? അത് പറയുമ്പോൾ അവന്റെ ചിരി ഉണ്ടോ, നീ ഒരു ദിവസം കൊണ്ട് എത്ര പേരെ കണക്ട് ചെയ്തിട്ടുണ്ടോ? പറ്റില്ല, അങ്ങനെ പറ്റില്ല. അത് ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഒറ്റ ദിവസം ഒരാളെ കൊണ്ട് കണ്ടോണ്ട് എങ്ങനെ പ്രണയത്തിൽ ഏർപ്പെടുന്നത് പറ്റുമോ? അത് പറ്റില്ല. ഇവർ ഒരു ദിവസം പോലും എടുത്തില്ല. ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ അവർ കണ്ണും നോക്കി പ്രണയം തുടങ്ങിയില്ലേ. അത് പ്രണയം ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ. പ്രണയമല്ല അല്ലെന്നാ പറയുന്നത്. അതാണ്. ഇന്നിപ്പോ ഒരു പക്ഷെ ജാസ്മിന് മനസ്സിലായി കാണുമോ പുറത്ത് ഇങ്ങനെയൊക്കെ എന്നെ പറ്റി പരക്കുന്നുണ്ടെന്നൊക്കെ? ചിലപ്പം ആയേക്കാം, എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നേരിടാനുള്ള തൻ്റെ ഇടം വേണം. അല്ല, ആ കുട്ടിക്ക് എന്ത് നേരിടാനുള്ള തൻ്റെ ഇടമുള്ള കുട്ടിയാണ്. ഒരു ഗെയിമിലോട്ട് പോവാം. നമുക്ക് കുറച്ച് മൃഗങ്ങളുടെ പേര് ഞാൻ പറയും, അതിപ്പോഴത്തെ കണ്ടസ്റ്റന്റുകൾ വെച്ച് ആരായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് പറയണം. നീ എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കത്തില്ലല്ലേ? ഒന്നാമത്തെ ആവശ്യത്തിലധികം വിവാദങ്ങളുണ്ട്. എന്നാലും പറ. കുറുക്കൻ അല്ല, കുറുക്കനാണ് ഇപ്പൊ മറ്റേ ഔട്ടായി പോയ പയ്യൻ ഗബ്രി കുറുക്കനാ. അവൻ്റെ കുറുക്കനാ. അതായത് ഗബ്രിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നോ
ഞാൻ ഇത്ര ഗെയിം കളിക്കത്തുള്ളൂ. അവന് അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, അവൻ ലാസ്റ്റ് ഫൈനൽ ഡേ അവൻ ഔട്ടായ സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് അവിടെ ചെന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, അത് വലിയ ശ്രദ്ധയിലേക്ക് പോയിട്ടില്ല. ഞാൻ ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. ജാസ്മിൻ്റെ പേര് ശ്രദ്ധിച്ചോ, ഞാൻ പറയാം, ഞാൻ ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് എല്ലാവരുടെ അടുത്തും കോമൺലി അവൻ യാത്ര പറഞ്ഞു, എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. ഒരിക്കൽ പോലും ജാസ്മിൻ എന്ന പേര് അവൻ എടുത്ത് പറയുകയോ ജാസ്മിന് ഒരു പ്രിഫറൻസും അവിടെ കൊടുത്തിട്ടുമില്ല. സോ അവൻ്റെ ഗെയിമായിരുന്നു അത്. പക്ഷെ അതിന് ഉത്തരം ഗബ്രി പറയുന്നുണ്ട്, എന്താണ്? ഞാൻ ഓൾറെഡി അകത്ത് വെച്ച് ജാസ്മിനോട് യാത്ര പറഞ്ഞു. അകത്ത് വെച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അകത്ത് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തില്ലേ ഗെയിം. ആ യാത്ര പറയുന്നത് വരെ ഗെയിം അല്ലേ? ഓക്കെ മനസ്സിലായോ? അകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അകത്ത് വെച്ചെല്ലാം അതാ കഥാപാത്രമായിരുന്നു അവൻ. ആ ബായിലൂടെ അത് കഴിഞ്ഞു. അവൻ അതെല്ലാം അകത്ത് ഉപേക്ഷിച്ചിട്ട് ഇപ്പം പൂർണ്ണമായി വേറൊരു ഗബ്രി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതാണ് അതിനർത്ഥം. പക്ഷെ ഈ ഒരു പ്രണയത്തിൽ ജാസ്മിന് മനസ്സിൽ പിടിച്ചുപോയി തോന്നുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചില മനുഷ്യരെ നമുക്ക് മാസ്ക് ഇട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ജാസ്മിന് പ്രണയം തോന്നിയോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ തോന്നിക്കാണും. ഇടയ്ക്കൊക്കെ മനുഷ്യരല്ലേ, ഇവൻ്റെ ഈ രീതിയിലൊക്കെ പ്രണയം തോന്നിക്കാണും. പക്ഷെ ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും ചിലരിങ്ങനെ ട്വിസ്റ്റഡ് ആണ്. അതൊരു റിയൽ പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, ചില ആൾക്കാർക്കൊക്കെ 10 12 കാണും. അതെ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ് ജാസ്മിന് 12 ഉണ്ടെന്നും പറഞ്ഞു ഒരു പരിമിതിയൊക്കെ വേണ്ടേ ഒരു കാര്യം പറയുന്നില്ലേ, ഒരു മയമൊക്കെ വേണ്ടേ? അപ്പോൾ അല്ല, അങ്ങനെയല്ല. പക്ഷെ അതൊരു ആ ഒരു സുഖമില്ലാത്ത പ്രണയമായിപ്പോയി. അതാണ് ഇത്ര നമുക്ക് വെറുപ്പ് തോന്നുന്നത്. ഒരു പ്രണയത്തിനൊക്കെ ഒരു ക്യൂട്ട്നെസ് വേണ്ടേ? തീർച്ചയായിട്ടും. അല്ലെ ആ മനോഹരമായ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. പ്രണയം ഒരു മനോഹരമാണ്, പക്ഷെ ഇതിനെ പ്രണയം എന്ന് പോലും ഇട്ട് വിളിക്കാൻ പറ്റില്ല. ഇത് ഒരുമാതിരി ഉടായ്പ സംഭവമായി പോയി. വൈൽഡ് കാർഡുകൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സീസണിലെ? വൈൽഡ് കാർഡിൽ അല്പമെങ്കിലും ഒരു അനക്കം സൃഷ്ടിച്ചത് സിബിനായിരുന്നു. അതിനപ്പുറത്തോടൊരു പേരില്ല. പിന്നെ വേണമെങ്കിൽ ഒന്ന് ചെറുതായി തമ്മിൽ ഭേദം നന്ദന എന്ന് പറയാം. വേറെ ആരുണ്ട്? വേറെ ആരുമില്ല. സിബിൻ പക്ഷെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ കപ്പടിക്കാൻ പറ്റില്ല. അതെന്തൊരു കപ്പ് കൊടുക്കലാണ്. കാരണം 2 മാസമായിട്ട് 2 മാസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടവർ, കൂടാതെ ലാസ്റ്റത്തെ 1 മാസം നിൽക്കുന്ന ഒരാൾക്ക് കപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല വൈൽഡ് കാർഡ് കിട്ടുന്ന. ഈ 2 മാസം കഴിഞ്ഞ് കയറ്റിയിട്ടുള്ള ഏത് സീസണിലുള്ള ആർക്കാണ് കപ്പ് അടിച്ചിട്ടുള്ളത്? എത്ര വലിയ ഗെയിം കളിച്ചാലും നമ്മൾ അങ്ങനെയുള്ളവരെ കേട്ടുന്നത് നിങ്ങൾക്ക് കപ്പില്ലെന്ന് പറഞ്ഞിട്ടാണോ കേട്ടുന്നത്? ഇല്ലെന്നല്ല, അത് നമ്മൾ തന്നെ ചിന്തിച്ചോ. അത് 100 ദിവസം അവിടെ ബാക്കി എല്ലാം സർവൈവ് ചെയ്ത് ഒരാൾ നിൽക്കുകയാണ്, അയാൾക്ക് കപ്പ് കൊടുക്കും. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, അയാൾക്ക് കപ്പ് കൊടുക്കൂ. അവസാനത്തെ 30 ദിവസത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരാൾക്ക് കപ്പ് കൊടുക്കൂ. എന്തെല്ലാം ഗെയിം ചെയ്ത് സർവൈവ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള അത്രയും 100 ദിവസം നിൽക്കുന്നത് എന്നുള്ള ഗെയിമേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കപ്പ് കൊടുക്കില്ലല്ലോ. ഈ 1 മാസം നിന്ന് കളിക്കുന്നവർക്ക് കപ്പ് കൊടുക്കില്ല. അതങ്ങനെ, അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു സീസണിലും ഇല്ല. ഒരു ഏത് ലാംഗ്വേജ് എടുത്തു നോക്കിയോ? ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും. ഫോൺ അതിന് നമ്മൾ കയറുന്നതിന് എത്രയോ മണിക്കൂറുകൾ മുന്നേ തന്നെ ഫോൺ അവർ മേടിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. പിന്നെ ഇറങ്ങിയിട്ട് അടുത്ത ദിവസമാണ് തരുന്നത്. ഇറങ്ങുന്നതിൻ്റെ അന്നും തരില്ല, അതിന് അടുത്ത ദിവസമാണ് തരുന്നത്. കാരണം നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അന്നത്തെ എപ്പിസോഡ് അതിന് അടുത്ത ദിവസമല്ലേ കാണിക്കുള്ളൂ. ലൈവ് അല്ലല്ലോ അത്. അപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട് നമ്മൾ ഔട്ടായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് തരുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഫിറോസ് ഖാന് മോശപ്പെട്ടെന്ന് തോന്നിയ നിമിഷങ്ങൾ എപ്പോഴാണ്? മോശപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം, എനിക്കത് പറയണ്ടായിരുന്നു, ഇല്ലല്ല, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ റിഗ്രഷനേ ഇല്ല. ഞാൻ ചെയ്തതെല്ലാം ബോധപൂർവ്വം ചിന്തിച്ച് തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. ചിന്തിക്കുന്ന സമയം എപ്പം കിട്ടി? കാരണം ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാം അലയാ. അപ്പോൾ ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. റെസ്റ്റ് ഇല്ല. ഞാൻ അവിടെ ചെന്ന് ഓരോ സെക്കൻഡും കണ്ടന്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പോയിട്ട് പഴത്തിനണകിരിക്കാനല്ല ഞാൻ പോയത്. കാരണം എനിക്ക് ഓരോ സെക്കൻഡ് വാല്യുബിൾ ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉറങ്ങുന്ന സമയത്ത് ആക്ച്വലി അത്ര ടയർഡാകുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ ഞരക്കമെന്ന് പറയും, വാവുകൊണ്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ. അതായത് ബ്രെയിൻ റെസ്റ്റ് അല്ലാത്ത സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ വാവുകൊണ്ട് അലറി ഇങ്ങനെ കൂവി എന്തൊക്കെ സംഭവം ചെയ്തു ഉറക്കത്തിൽ. അപ്പോഴത്തേക്ക് ഇടയിലും ഫിറോസ് ഇവരെല്ലാം വന്ന് എന്നെ വിളിച്ചിട്ട് എന്തൊറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നിട്ട് കിടന്നു. അടുത്ത ദിവസം ഞാൻ ആ ഉറക്കത്തിൽ ആ സംഭവിച്ചവരെ കണ്ടൻറ്റാക്കി. ഞാൻ പറഞ്ഞ് ഇന്നലെ സംഭവിച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ സ്വപ്നം കണ്ടതാണ്. മണിക്കുട്ടൻ എൻ്റെ ബാക്കിൽ കൂടെ വന്ന് കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ ബാക്ക് ഞാൻ അവൻ്റെ ബാക്ക് കാലുകൊണ്ട് അടിച്ച് തറയിലിട്ട്. അതൊരു വേറൊരു സാധനമാണ്. അതായത് കൂടെ നിന്ന മിത്രം, മണിക്കുട്ടൻ കൂടെ നിന്ന് മിത്രമാണെങ്കിലും ബാക്കിൽ കൂടെ കഴുത്തി പിടിക്കുന്നവരെ വേറെ കണ്ടന്റിലേക്ക് കൊണ്ടുവച്ചു. യഥാർത്ഥത്തിൽ ആ ഉറങ്ങുന്ന സമയത്ത് അതല്ല കണ്ടത്, പക്ഷേ അതിനെ പോലും ഞാൻ കണ്ടന്റാക്കി എടുത്ത്. കാരണം മനസ്സിലായി. അപ്പോൾ ഞാൻ പോകുമ്പോൾ പണിയെടുക്കാൻ തന്നെ പോകുന്നത്. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്തുവാണ്?
അത്ഭുതപ്പെടുത്തിയതോ? ബിഗ് ബോസിലോ? ബിഗ് ബോസിൽ ഇനിയാണ് അത്ഭുതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വരേണ്ടത്. മനസ്സിലായി? ഇതുവരെയ്ക്ക് അത്ഭുതപ്പെടുത്താൻ ഒന്നും ഉണ്ടായിട്ടില്ല ബിഗ് ബോസിൽ തന്നെ. ഇതിപ്പം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചോദിക്കേണ്ടത്, ബിഗ് ബോസിൽ നമ്മളിപ്പോൾ നല്ല ഫെയിമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് നല്ലൊരു സന്തോഷമായിട്ട് പോകുന്നു, തിരിച്ചിറങ്ങുമ്പോൾ പഴയ ആളുകൾ നമ്മളും കാണുന്നില്ല. ഫീൽഡ് ഔട്ട് ആവുകയാണോ, അല്ലെ അവർക്ക് എന്തുവാ സംഭവിക്കുന്നത് ശരിക്കും? ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസിൽ പോയത് കൊണ്ട് നമ്മൾ സിനിമയിൽ പിന്നെ സജീവമാകും അങ്ങനെ ഒരു സംഭവമില്ല. റെനീഷ പറയുന്നൊരു കാര്യമുണ്ട്, മാരാർന്ന സീസണിൽ ബിഗ് ബോസിൽ പോകാൻ തന്നെ എൻ്റെ ആഗ്രഹം, അല്ലെ പോയി കഴിയുമ്പം എൻ്റെ വിചാരം കുറേ സിനിമകൾ എന്നെ തേടി വരും, കുറേ സീരിയലുകൾ എന്നെ തേടി വരും, പക്ഷേ റിയാലിറ്റി ഇവരാരും എന്നെ വിളിക്കുന്നില്ല. അതാണോ സത്യം? അല്ല, ബിഗ് ബോസിൻ്റെ ഫെയിം കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സിനിമകളിൽ വിളിക്കുന്നോ അങ്ങനെയൊന്നുമില്ല. നേരത്തെ നമ്മൾ സിനിമകളിൽ നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ സീരിയലുകളിൽ നിന്ന് പോകണമെങ്കിൽ അതിൻ്റെ കെയർ ഓഫിലേ ഉള്ളൂ വിളിക്കുന്നത്. അല്ല, ബിഗ് ബോസിൽ പോയത് കൊണ്ട് അങ്ങനെ വിളിക്കണമെന്നില്ല. അതുള്ള ഗുണം ഫെയിമും പേയ്മെൻറ്റും. ഫെയിം ഉണ്ടാകും ഡെഫിനറ്റ്ലി. വേറൊരു സാധനം ചെയ്യുന്ന ഒരു 5 സിനിമ ചെയ്യുന്നതിനേക്കാൾ ഫെയിം ബിഗ് ബോസിൽ പോയാൽ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ രണ്ടെന്ന് പറയുന്നത് പേയ്മെൻറ്റ് കിട്ടും. പിന്നെ വേറൊരു ഗുണമുണ്ട്, നമുക്ക് കുറച്ച് ഉദ്ഘാടനങ്ങൾ കിട്ടും. അതിന് ശേഷം വ്യക്തമായി ബിസിനസ് ചെയ്യുന്നുണ്ട്. അഖിൽമാരൊക്കെ വ്യക്തമായി ബിഗ് ബോസിൽ പോയതിനു ശേഷം ബിസിനസ് ചെയ്ത ആളാണ്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ ഇതൊരു നീണ്ട യാത്രയോ അല്ല, ഒരിക്കലും അടുത്ത ബിഗ് ബോസ് വരുമ്പം മാറും. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബിഗ് ബോസ് മാത്രമല്ല ചെയ്തത്, ഞാൻ അതിന് മുന്നേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, സിനിമകൾ ചെയ്യുന്നു, ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നുണ്ട്. അത് ബിഗ് ബോസിൻ്റെ കെയർ ഓഫിലല്ല. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ബിഗ് ബോസ് കൊണ്ട്, കാരണം ആളുകളുടെ ചിന്താഗതി ഉണ്ട് അതിൻ്റെ അകത്ത് പോയാൽ നശിച്ചു പോകും. അങ്ങനൊന്നുമില്ല. അതിൻ്റെ അകത്ത് പോയാൽ ഉള്ള ഫെയിം പോകും. അങ്ങനെ ഫെയിം പോകുമെന്ന് പറയുന്നത് ഈ ഇപ്പം നോബി തന്നെ എടുക്കാം. നോബിക്ക് പുറത്ത് കോമഡിയൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല പേരിൽ നിൽക്കുമ്പോഴാണ് അതിനകത്ത് പോയിട്ട് അതിനകത്ത് ഒന്നും ചെയ്യാത്തുണ്ട്. വാഴയെന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് നെഗറ്റീവ് പേരുകളൊക്കെ പുള്ളിയെ പുറത്തിട്ടിരുന്നു. അത് പുള്ളിയെ ബാധിച്ചു. അത് മനസ്സിലായി? അങ്ങനെ ചിലരെ അങ്ങനെ ബാധിക്കുന്നുണ്ട്. നെഗറ്റീവ് സാധനങ്ങൾ ചിലപ്പം വരും, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഏതായാലും ഫിറോസ് ഖാൻ ഒരു ദോഷം ഉണ്ടായിട്ടില്ല, എനിക്കൊന്നും ദോഷം ഉണ്ടായിട്ടില്ല. ഇനി ഫിറോസ് ഖാൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാണ്? യാത്ര എന്ന് പറയുന്നത് ഇപ്പം ഒരു 2-3 സിനിമയുടെ ഭാഗമാകാൻ പറ്റി. തേരിമേരി എന്നൊരു സിനിമ ചെയ്തു. അതിൽ ശ്രീനാഥ് ബാസി, ഷൈം ടോം, ലിച്ചി അങ്ങനെ തുടങ്ങിയ കുറച്ച് പേര് മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് നായികയുടെ ബ്രദറായിട്ടൊരു ക്യാരക്ടർ ചെയ്തു. പിന്നീട് ഒപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ജയചന്ദ്രൻ പാടിയ ഒരു കവാലി സോങ് ഉണ്ട്. അതിനകത്ത് അഭിനയിക്കുന്ന, ആ പാട്ട് പാടുന്നതായിട്ട് അഭിനയിക്കുന്നത് ഞാനാണ്. അതും ഷൈനാണ് ഹീറോ. പിന്നെ ഒമർ ലുലുവിൻ്റെ റഹ്മാനിക്ക നായകനായിട്ടുള്ള റഹ്മാൻ, അങ്ങനെ ബിപിൻ ജോർജ്, ഇങ്ങനെ തുടങ്ങിയ അതിലും തെറ്റില്ലാത്ത ഒരു വേഷം അതിനകത്ത്. അത് കഴിഞ്ഞു. ഇത് 3ആണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്ന മൂവി. പിന്നെ 1-2 സിനിമകൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പം സിനിമകളുടെ ഒരു ബാക്കിലുള്ള ഡാൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഫാഷൻ ഷോ ഉണ്ട്. ഫാഷൻ ഷോയിൽ ഗസ്റ്റായിട്ട് പോവുകയും ഷോ സ്റ്റോപ്പറായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡാൻസ് ഇനിയിപ്പോൾ അടുത്ത മാസം ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് ഡാൻസിൻ്റെത്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഷോയാണ്, അതുണ്ട്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ ഇനാഗ്രേഷൻ, അത്ര വലിയ ഇനാഗ്രേഷൻ ഇപ്പം മറ്റ് ആൾക്കാർ ബിഗ് ബോസിൽ പറയുന്നത് പോലെയുള്ള ഇനാഗ്രേഷനൊന്നും നമുക്കില്ലെങ്കിലും അത്യാവശ്യം ഇടയ്ക്ക് വാടക ഇല്ലാതെ വരുമ്പോഴത്തേക്ക് വാടക കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കണക്ക് പ്രകൃതിയായിട്ട് ഇട്ട് തരും, ഒരു ഇനാഗ്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും നമ്മൾ. ഫിറോസ് ഖാനെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ടേ എനിക്ക് വലിയൊരു ചോദ്യം എന്നും ചോദിക്കണമെന്നൊരാഗ്രഹം. ഇപ്പം അങ്ങ് ചോദിക്കുമോ എല്ലാവരുടെ മുന്നിൽ വെച്ച്? എനിക്ക് തോന്നുന്നു ലൈഫിൽ ഇത്രയധികം വിഷമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈഫിൽ ഇത്രയധികം തകർന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കാൻ എങ്ങനെ പറ്റുന്നു? ആദ്യം ഈ തകർച്ച എന്ന് പറയുന്നതും വീഴ്ച എന്ന് പറയുന്നതും ഒരാൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല. അതെ, ലോകത്ത് മനുഷ്യരായി ജനിച്ച എല്ലാവർക്കുമുള്ളതാണ് ഈ വീഴ്ചകൾ, തകർച്ചകൾ. വീഴ്ചകൾ, തകർച്ചകൾ. പക്ഷേ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ മനുഷ്യരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു തകർച്ചയിൽ ഞാൻ തകർന്നു പോകാറില്ല, ഒരു വീഴ്ചയിൽ ഞാൻ വീണ് കിടക്കാറില്ല. എന്നാൽ ജീവിതത്തിലെ ചില തകർച്ചകൾ നമ്മൾ ഇരുന്ന് പോകത്തില്ലേ? ഇരുന്ന് പോവില്ല. അത് ഇരുന്ന് പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഉറപ്പാണ്. പിന്നെ എല്ലാ ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി, എല്ലാവരുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കുക, എപ്പോഴും ചിരിച്ച് വളരെ ബോൾഡായിട്ടിരിക്കുന്നവരൊന്നും ഈ പറഞ്ഞതുപോലെ അത്ര ഭയങ്കര പൂർണ്ണ സന്തോഷമല്ല ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ചിലരങ്ങനെയാണ്, അതൊരു കഴിവ് തന്നെയാണ്. മനസ്സിലായോ? ദുഃഖങ്ങൾ ഒരിക്കലും വിളിച്ചു പറയരുത് എന്നുള്ളതാണ്
അത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഒരാളുടെയും ദുഃഖങ്ങൾ വിളിച്ചു, കാരണം എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ട്. അത് എന്തിനാണ് നമ്മളുടെ ദുഃഖങ്ങൾ വേറൊരാളെ എടുത്ത് പറഞ്ഞ് അയാളെ കൂടി ദുഃഖിപ്പിക്കുന്നത്? നേരെ മറിച്ച് നമ്മുടെ സന്തോഷങ്ങൾ പറഞ്ഞ് അയാൾക്കൂടെ ആ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നതല്ലേ നല്ലത്? ഫിറോസ്ഖാനെ കണ്ടത് ഞാൻ മനസ്സിലാക്കിയ ഒരു 5 മിനിറ്റ് സംസാരിച്ച് ആരും മറക്കത്തില്ല കേട്ടോ. നല്ല ആ ഒരു സിഗ്നേച്ചർ ഒരുക്കി കൊടുക്കും. അതെ അതെ. അപ്പം ഫിറോസ്ഖാൻ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം സഫലമായ, ഇനിയും ഉള്ള ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. അതെ, കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. തിരിച്ചും ഇനിയും ഈ ആക്റ്റീവായിട്ട് തന്നെ പ്രതികരിക്കേണ്ടടുത്ത് തന്നെ പ്രതികരിക്കണം. ആരും തല്ലിക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇന്നും ഉണ്ടാകും. എന്തായാലും ഒരു നിലപാടുള്ള വ്യക്തിയാണ്. താങ്ക് യു. അതിലൊരു മാറ്റവും ഇല്ല. അല്ല, അതിന് ഇനിയും മാറ്റം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആരും ഇതിനിടയ്ക്ക് എന്നെ തല്ലിക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നിലപാടിൽ കൂടി തന്നെ മുന്നോട്ട് ഞാൻ പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാം ആശംസകളും. താങ്ക് യു സോ മച്ച്.